ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, നല്ല ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ലഞ്ചിന് വേണ്ടി റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനുണ്ടല്ലോ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗീയിലൊന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ടുണ്ടല്ലോ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഫെനൽ സീഡ്സും പിന്നെ 3-4 കറാമ്പും 2 ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെനൽ സീഡ്സ് 1/4 ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ, അതിനേക്കാളും കുറച്ചാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 10-15ഓളം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ അണ്ടിപ്പരിപ്പ്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 4 ചെറിയ ഉള്ളിയാണ് കേട്ടോ, സ്ലൈസ് ചെയ്തതാണ്. ഇത് 4 ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്. വലിയ ഉള്ളിയിലാണെങ്കിൽ 2 അങ്ങനെയെല്ലാം എടുത്താൽ മതി. എന്നിട്ട് ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോട്ടോ വഴറ്റുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയാലോ എല്ലാം പഴുത്ത തക്കാളി ആയിപ്പോയിനി. ഇപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മോശമായി പോകും വേഗം, ചൂടെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ലഞ്ചിന് ഇത് റെഡിയാക്കാമെന്ന്. അന്നേരമാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനത്തെ റെസിപ്പീസാണ് കൂടുതൽ ചെയ്യൽ, 1 പോട്ടിൽ റെഡിയാക്കുന്നത്. അതാകുമ്പോൾ വേഗം പണിയെല്ലാം തീരുമല്ലോ, അങ്ങനെയാണ് റെഡിയാക്കൽ. ഇപ്പോൾ തക്കാളി ഉണ്ടല്ലോ, ഒരു മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ തക്കാളി ആയതുകൊണ്ടാണ്. ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ ഉള്ളി കൂടുതൽ നേരം അങ്ങനെ സോഫ്റ്റ് ആണെന്നും വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് നേരം അങ്ങനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5-8ഓളം അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് അങ്ങനെയാണ് ക്രഷാക്കി എടുത്തത്. 1 ടേബിൾ സ്പൂണോളം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിന്. വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണൽ പോവില്ലേ, ആ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചെടുത്ത തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂണെല്ലാം ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒന്നും ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നില്ലെങ്കിൽ ചെറിയ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, പേസ്റ്റാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെയാണ് 1 ടേബിൾ സ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, നല്ല ടേസ്റ്റാണ് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ 3 കപ്പ് അരിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിയിലും കൂടെ പിടിക്കാൻ ആവശ്യമുള്ളത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വെള്ളമൊന്നും തിളച്ച് വരുന്നവരൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് 3 കപ്പ് അരി നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്താണ്. എന്നിട്ട് അതിൽ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്താണ് കേട്ടോ അരിപ്പയിലിട്ടിട്ട്. പിന്നെ ഇത് സോക്ക് ചെയ്തെടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ സോക്ക് ചെയ്തിട്ടെല്ലാം അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ അരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് രണ്ടാമത് വെള്ളം ഒഴിക്കൂലേ, ആ ഒരു മെത്തേഡിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലേൻ്റെ എല്ലാം ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒന്ന് കുക്കറിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 1 വിസിൽ വരുന്നവരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്നോട് ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിന് കുക്കറിൽ ഇങ്ങനെ റൈസെല്ലാം റെഡിയാക്കുമ്പോൾ അടിയിൽ പിടിക്കൂലേന്ന്. ശരിക്കും അങ്ങനെ അടിയിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യില്ല. വെള്ളമെല്ലാം ഒന്ന് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിലെല്ലാം ഇട്ടിട്ട് റെഡിയാക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ.
പിന്നെ ഇതാ ഞാൻ ഇതിൻ്റെ കൂടെ കൂന്തൽ റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കിയത് സൈഡ് ഡിഷായിട്ട്. ശരിക്കും സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ അച്ചാറും അങ്ങനെ കച്ചമ്പറെല്ലാം മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ. പിന്നെ എന്താ പറയൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ റെസിപ്പീസെല്ലാം ആയിട്ട് ഇനിയും വരാം കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ റെസിപ്പീസെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കും.